ഗ്രാൻഡ് ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിങ്ങൾ ടെലിവിഷനിലൂടെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയും. ആരുടെ ഫോട്ടോയാണോ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ആ വ്യക്തി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. അത് വളരെ അപ്രതീക്ഷിതമായി ഏറെ ഞെട്ടിക്കുന്ന, നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു പുറത്താകലുണ്ടായിരിക്കുന്നു. 2 കള്ളയമാറുകൾ പുറത്താകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത് പതിവിന് വിപരീതമായി നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു താരമാണോ പുറത്തായിരിക്കുന്നത് എന്നുള്ള ചില സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതെ, കൊടും ചതിയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു മത്സരാർത്ഥിയെ ചതിക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷ തന്നെയാണ് കിട്ടിയെന്ന് പറയാം. അതെ, ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ എല്ലാം സ്വന്തം അനുമോൾ, അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളഞ്ഞിട്ടുള്ള ആക്രമണം, പുറത്തുപോയ കണ്ടസ്റ്റന്റുകൾ ഒന്നായിട്ട് തിരികെ വന്ന് അനുമോൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പൊന്നോമനയെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, വോട്ടിങ്ങിൽ അനുമോളെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഓളെ മാനസികമായി തളർത്തി പുറത്താക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ അവിടെയും പാളിപ്പോവുകയായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് LGTVയുടെ പ്രഥമ വനിത, അതെ, ലെസ്ബിയൻ ഭർത്താവ് പുറത്തായി പോയതിനു ശേഷം ചില വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് വലിയ പൊട്ടിത്തെറികളാണ് ബിഗ് ബോസിൽ ഉണ്ടായത്. പൊട്ടിക്കരയുന്ന നമ്മളുടെ അനുമോളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്താണ് ഉണ്ടായത്? അതിന്റെയൊക്കെ ഒടുവിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. 2 മണിക്കൂർ മുമ്പ് ഞാനും അതുകൊണ്ടാണ് അക്ബർക്ക് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരം ഞാൻ നിന്നൊന്ന് വിളിച്ചില്ലേ, ഒരു കാര്യം സംസാരിക്കാണ്ട്, നീ ലക്ഷ്മിയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഒരു കാര്യം സംസാരിക്കണം വരാൻ പറ്റും ചോദിച്ചപ്പോ നീ അല്ലേ പറഞ്ഞ വേണ്ട പറ്റൂലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കൈവരുത്തേക്ക് ഞാനൊരു മനുഷ്യനാണ്, അതറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ക്രൂരത ഞാൻ ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, അക്ബറിനെ വെള്ളം പൂശുന്നു, അക്ബറിനെ നിന്റെ ചേച്ചിന്റെ നമ്പർ അത് വേസ്റ്റിലേക്ക് കളഞ്ഞല്ല. വേസ്റ്റിൽ ആര് കളഞ്ഞു? നിങ്ങൾ കളയത്തില്ല, നിങ്ങൾ കളയില്ല എന്ന് എനിക്കറിയാം. ഓളെടുത്തേക്ക് എനിക്ക് അയ്യോ എന്റെ പൊന്നു മോളെ ഒന്നുമില്ല. ഞാനിതിലൊരു എന്താണ് ഒരാളെ അല്ലെങ്കിൽ രണ്ടാൾ തമ്മിലുള്ള ഡിസ്കഷൻ ഞാൻ ഇതിലില്ലായിരുന്നു. നമുക്കറിയാം, ഈ സീസണിൽ പതിവിന് വിപരീതമായി നമ്മൾ നെഞ്ചിലേറ്റിയ ലെസ്ബിയൻ ദമ്പതികൾ, ലെസ്ബിയൻ ഭർത്താവും ലെസ്ബിയൻ ഭാര്യയും നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പാല് കൊടുത്ത കൈക്ക് കടിച്ചിരിക്കുന്നു. അതിനുള്ള ശിക്ഷ തന്നെയാണ് ദമ്പതിക്ക് കിട്ടിയത്. ഇവർ ആരോപിക്കുന്നത് എന്താണ്? തെളിവുകളില്ലാത്തൊരു സംഭവം. അല്ലെങ്കിൽ തന്നെ അക്ബർ എന്ന് പറയുന്ന ഒരു പകയനെ ഇച്ചിരി ഇമ്മണി ഒന്ന് കരിവാരി തേക്കണമെന്ന് പറഞ്ഞത് അത്ര വലിയ കുറ്റമാണോ? എന്താണ് ഇവർ ആരോപിക്കുന്നത്? ഈ സീസണിൽ ജനപ്രീതി കൊണ്ട് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ മത്സരാർത്ഥിയാണ് അനുമോൾ. നമുക്കറിയാം, ഇത്രയും അധികം കോളക്കത്തിനിടയിലും അനുമോളുടെ PR എന്ന് പറയുന്ന ആ ഒരു പകയൻ വിന് പങ്കുവച്ചിരിക്കുന്ന ആ ഒരു പോസ്റ്റ് നോക്കുക. ആ ഒരു പകയൻ പറയുന്നത്, എന്റെ ഇൻബോക്സിൽ ധാരാളം ആളുകളുടെ അനുമോളുടെ ആരാധകരായിട്ടുള്ള, അനുമോളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ അപാലവൃത്തം ജനങ്ങളുടെ മെസ്സേജ് കൊണ്ട് കണ്ണ് നിറയുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു പകയം പോയിരിക്കുന്നു. പറയുന്നത്, ഒരുപാട് ആളുകളുടെ അനുഗ്രഹം ഇതിനോടകം തന്നെ അനുമോൾ നേടിയെടുത്തിരിക്കുന്നു. ഈ ഒരു ഷോ, ദിസ് ഈസ് ഹെർ ഗെയിം, ഹെർ ജേർണി, ഹെർ ഷോ ആൻഡ് ഷീ ഈസ് ദ റിയൽ സർവൈവർ. അതെ, ഈ ഷോയിൽ ഏറ്റവും വലിയ സർവൈവറായി മാറിയത് അനുമോൾ എന്ന് പറയുന്ന പകയത്തിയാണ്. അനുമോളെയാണ് എല്ലാവരും കൂട്ടം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചത്. അനുമോൾ ആരോപിച്ച ഓരോ ആരോപണങ്ങളും സത്യമായിരുന്നുവെന്ന് ജനങ്ങൾ അംഗീകരിച്ചു. അനുമോൾ കൂട്ട് നൽകിയിരിക്കുന്നു. പറയുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും ഈ സീസൺ ഓൾഡ് സീസൺ ആണ്. അനുമോൾക്ക് വേണ്ടി താൻ ഈ കപ്പ് നേടിയിരിക്കും എന്നാണ് ആ ഒരു പകയം പറയുന്നത്. അത്തരത്തിലുള്ള വലിയ കോൺഫിഡൻസ് ഇടയിലും അനുമോൾ എന്താ ചെയ്തത്? അനുമോൾ നമ്മൾ കണ്ടില്ല. അനുമോൾ ഒരു സപ്പോർട്ട്, നൂറയ്ക്കും ഒരു സപ്പോർട്ട് കൊടുക്കണമെന്ന്, തന്റെ PR-ന്റെ ശക്തി അറിയാവുന്ന അനുമോൾ നൂറയെ ഒന്ന് ഹെൽപ്പ് ആക്കണമെന്ന് പറഞ്ഞതാണോ ഇത്രയും അധികം കൊടുംചതിയായത്? അതിനാണോ അനുമോളെ ഈ രീതിയിൽ ശിക്ഷിച്ചത്? അനുമോൾ എന്ന് പറഞ്ഞ നമ്മൾ നെഞ്ചിലേറ്റിയ മത്സരാർത്ഥി പറഞ്ഞ ഏത് കാര്യമാണ് കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ടത്? അനുമോളെ കരയിച്ച ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ചിരിച്ചുകൊണ്ട് ഈ സീസൺ വിട്ടു പോയിട്ടുണ്ടോ? അനുമോളുടെ ചേച്ചി പങ്കുവെക്കുന്ന ചില വിവരങ്ങൾ അതൊന്ന് കാണാം. കുട്ടിയുടെ വീടല്ലേ? അതെ, നമ്മൾ അതായത് കുടുംബ വീട് അരിനാടാണ്. ഇത് നമ്മളൊരു 3 വർഷമായി വാങ്ങിച്ചിട്ട് സ്ഥലം മേടിച്ച് നമ്മളെല്ലാരും കൂടി ഇപ്പൊ ഇവിടെ താമസിക്കും. ഇടയ്ക്ക് ഈ വീടിനെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. ഓരോ കടമുണ്ട്, ലോൺ ഉണ്ടെന്ന് പറഞ്ഞ ഈ വീടിനെ പറ്റിയാണ്. ഇതാണ് അതിനെക്കുട്ടി ഈ ഇടയ്ക്ക് ലക്ഷ്മി ചേച്ചി പറഞ്ഞ ആ കാറ് മേടിച്ച കാറ് 15 ലക്ഷത്തിന്റെ. ലോണൊക്കെ കഴിഞ്ഞോ? ലോണ് കഴിഞ്ഞു. അപ്പം ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ടല്ലോ, അത് പഴയ കാറാടാ, പഴയ കാറാണ്. പക്ഷെ അവള് എവിടെയെങ്കിലും ഇവിടേക്ക് അടുത്ത് പോകുമ്പോ അത് തന്നെ കൊണ്ടുപോകുന്നത്.
മൈലേജ് കുറവായതുകൊണ്ട് അതിലാ പോകുന്നത്. അതെ, അനുമോൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. കാറിന്റെ ലോണ് മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. വീടിന് ഇപ്പോഴും വലിയ ഭീമമായ തുക 35 ലക്ഷത്തോളം ലോണുള്ള വലിയ കടക്കാരിയായ ഒരു സെലിബ്രിറ്റിയായ ഈ ഒരു പെൺകുട്ടി ബിഗ് ബോസിൽ വന്ന് തന്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ശ്രമിച്ചതാണോ വലിയൊരു പാതകമായി നിങ്ങൾ കാണുന്നത്? അതെ, അനുമോൾ പറഞ്ഞത് ഒന്നില്ലാതെ സത്യങ്ങൾ മാത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ നെഞ്ചിലേറ്റി ആ ഒരു അനുമോളെ തള്ളിപ്പറഞ്ഞ ഒരാളും ഈ ഷോയിൽ ഇതുവരെ നെഞ്ചുവിരിച്ച് നിന്നിട്ടില്ല. അത്തരത്തിൽ അനുമോളെ തള്ളിപ്പറഞ്ഞ് അനുമോൾ കൊടുത്ത നമ്പർ ചവറ്റുകുട്ടയിൽ എറിഞ്ഞ, പിന്നീട് അനുമോളെ കരയിപ്പിച്ച ആ ഒരു LGTV മെമ്പർ ആരാണത്? അതേ, നൂറ തന്നെയായിരിക്കും. ഈ ഒരു മിഡ്വീക്ക് വിഷനിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമനില തെറ്റി എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞുകൊണ്ട് നൂറ കൊച്ചിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല. അറിയാൻ വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായും കാണണം. അതിനോടൊപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ പുറത്തുപോയ ലെസ്ബിയൻ ദമ്പതിയുടെ ഭർത്താവിനെ ലാലേട്ടന്റെ വീട്ടിൽ കയറ്റിയിട്ടില്ല. അത്തരത്തിലുള്ള ഫോട്ടോസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. നേരെ കൊച്ചിയിലേക്ക് തന്നെയാവാൻ പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്താണ്. LGTVയുടെ ഓഫീസിൽ വലിയ രീതിയിലുള്ള ആഘോഷരാവുകളായിരുന്നു ചെയർമാന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ നൂറ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥി ഫിനാലെ വീക്കിൽ കയറി ഫൈനൽ 5-ൽ കയറിയെന്ന് ഉറപ്പിച്ച് ഒരുപക്ഷെ വിന്നറാകുമെന്ന് പോലും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ എല്ലാം തകർന്ന് പൊട്ടിക്കരയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ആദിലെ ഔട്ടായതോടുകൂടി LGTVയുടെ ആളുകൾ പറയുന്നത് ആദിലയുടെ വോട്ട് കൂടി തങ്ങൾ കൊടുത്തിരുന്നു. എന്നിട്ട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അതേ, മറ്റൊന്നുമല്ല, നിങ്ങൾ ചെയ്ത ആ ഒരു കൊടുമ, അതേ നമ്മൾ നെഞ്ചിലേറ്റിയ ആ ഒരു പ്രമുഖ താരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഉപദേശം തരാം. ഒരിക്കലും അനുമോളെ നിങ്ങൾ എതിർക്കാൻ പാടില്ല സാർ. LGTV അംഗങ്ങളെന്നല്ല, ഈ സീസണിൽ അനുമോൾക്കെതിരെ നിന്ന ഓരോ മത്സരാർത്ഥിയുടെയും അവസ്ഥ ഇതാണ്. അനീഷിന്റെ അവസ്ഥയും മറിച്ചില്ല. 2ാം സ്ഥാനം കൊണ്ട് അനീഷിന് തൃപ്തിപ്പെടേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. കർണാടകയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്ന് പോലും അനുമോൾക്ക് വോട്ടുകൾ ലഭ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏഷ്യാനെറ്റിന് തടയിടും, വോട്ടുകൾ നിയന്ത്രിക്കുമെന്നുള്ള വെളിപ്പെടുത്തൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം അത് വിജയകരമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ ചില പ്രമുഖ താരങ്ങൾ, സിനിമാ താരങ്ങളടക്കം ചിലർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ആരാണത്? Hi, I've come to tell you all to vote for Akbar. He's my friend. ഞാൻ കണ്ടതിൽ വെച്ച് ആള് ഭയങ്കര ജെന്യൂൻ ആണ്, ഫണ്ണാണ്, റിയൽ ലൈഫിൽ ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ള ഒരാളാണ്. ഹി ഗിവ്സ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ലോട്ട് ഓഫ് വാല്യൂ ഫോർ ഹിസ് ഫ്രണ്ട്സ് ഓൾസോ. എല്ലാത്തിനും ഉപരി ഹീസ് ഡൂയിങ് എ ബ്രില്യൻറ്റ് ജോബ് ഇൻ ഹിസ് ഗെയിം. ഐ തിങ്ക് ഹി ഡിസേർവ്സ് ദ കപ്പ്. നമുക്ക് അക്ബറിന് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നമ്മുടെ സ്വന്തം അക്ബറിനെ. അപ്പൊ ഇന്നും അതെ, അനാർക്കലി മലക്കാർ എന്ന പ്രമുഖ താരം എത്തിയിരിക്കുന്നു. അക്ബർ എന്ന് പറയുന്ന ആ ഒരു പഹ്യന് വേണ്ടി. ഓളുടെ ഫ്രണ്ടാണ്, നല്ല മൈൻഡിനുടമയാണ്, നല്ല പാട്ടുകാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ സീസണിൽ ഓനെന്തോ മലമറിക്കുന്ന ഗെയിം കളിച്ചു എന്ന് പറയുന്നത് ഞമ്മക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഈ സീസണിൽ എന്തെങ്കിലും ചെയ്തൊരു പഹയനുണ്ടെങ്കിൽ അത് അനീഷ് മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ മുൻകാല സീസണെ അപേക്ഷിച്ച് പടുവാഴകളായിരുന്നു. ഒന്നിലധികം പടുവാഴകൾ വാഴുന്ന ഒരു സീസണായി ഈ സീസൺ മാറി. എനിവേ, ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. LGTVയുടെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു മത്സരാർത്ഥിയാണ് പുറത്തു പോയതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ സമനില തെറ്റുമോ? കമന്റ് രേഖപ്പെടുത്താം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.